ഒരു കാലഘട്ടത്തെ നാം സ്വപ്നം കാണുകയാണ്. ഇപ്പോൾ വീട്ടൊരുമ നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നാട്ടൊരുമയുടെ സന്ദേശവുമായി ഈ പ്രദേശത്തെ ഏതാനും ചെറുപ്പക്കാർ 4 കൊല്ലം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരലിൻ്റെ സംഘാടനവുമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. നമുക്ക് നാട്ടുകാരുടെ സഹായമില്ലാതെ ഒരു മേളയും വിജയിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇവരുടെ സംഘാടന മികവ് മാത്രം പോരാ, നാട്ടുകാരുടെ കൈയയച്ചിട്ടുള്ള സംഭാവനയും അതോടൊപ്പം തന്നെ മനോഭാവവും അവർക്കൊപ്പമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. ഇന്ന് കലയും കായികവും സിനിമയുമൊക്കെ ജാതി മത അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതിനിടയ്ക്ക് നമ്മൾ പത്രത്തിൽ കണ്ടു, നിർമ്മാല്യം പോലുള്ളൊരു സിനിമ ഇന്നത്തെ കാലത്താണെങ്കിൽ PJ ആൻ്റണിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ് നിർമ്മാല്യം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിർമ്മാല്യം എന്ന സിനിമ അവതരിപ്പിക്കാൻ കഴിയില്ല. കേരളം മുന്നോട്ടാണോ പുറകോട്ടാണോ നടക്കുന്നത് എന്ന് ശങ്കിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അതേപോലെ തന്നെ ഒട്ടേറെ പുരോഗമന ചിന്താഗതിക്കാരും ചേർന്ന് ഒരുക്കിയ മാതൃകാപരമായ നമ്മുടെ കേരളം മുന്നോട്ടാണോ പോകുന്നത് പുറകോട്ടാണോ പോകുന്നത് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ജ്യോത്സ്യന്മാരുടെ വാക്ക് കേട്ട് പിഞ്ചു കുഞ്ഞിനെ പോലും കിണറ്റിലേക്ക് വലിച്ചെറിയുക, അച്ഛൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് സമാധിയാക്കുക, അത് ആഘോഷിക്കുക ഒക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും കൊറോണ പോലുള്ള മഹാരോഗം വന്നപ്പോൾ ചാണകവർലി തിന്നാൻ പറയുക, ചാണകത്തിലാകെ ശരീരം പൊതിയുക, ഇങ്ങനെ അന്ധവിശ്വാസത്തിനോടും അനാചാരത്തിനോടും വിട പറഞ്ഞ കേരളം വീണ്ടും അതിനെയെല്ലാം സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോകുമ്പോഴാണ് അത്തരം ചിന്താഗതികൾക്കെല്ലാം എതിരായിക്കൊണ്ട് ഒരു ബഹുജന കൂട്ടായ്മ, നാട്ടുകാരുടെ കൂട്ടായ്മ, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമ്മുടെ കുറച്ച് ഇതിൻ്റെ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ, നമ്മളിതിനിടയ്ക്ക് ഒരു വാട്സപ്പ് കണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ സ്വന്തമായി ഭക്ഷണമുണ്ടാക്കി എല്ലാവരും കഴിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്തയാവും. ഇപ്പം തന്നെ പല വീടുകളിലും വൈകുന്നേരത്ത് ഭക്ഷണപ്പൊതിയും ആയി വരുന്ന ഏതെങ്കിലും ഹോട്ടലിൻ്റെ ആളുകളെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം പോലും, നമ്മുടെ കടമ്പുഴിപ്പുറം, നമ്മുടെ വേട്ടക്കരയ്ക്ക് എത്തുകയാണ്. അതിനുപോലും നമുക്ക് സമയമില്ല. അതേപോലെ തന്നെ 25 കൊല്ലം കഴിഞ്ഞാൽ കാണാവുന്ന കേൾക്കാവുന്ന ഒരു വാർത്ത, അടുത്ത വീട്ടിലെ ചെറുപ്പക്കാർ 15 മിനിറ്റ് നേരം ഒരുമിച്ച് വർത്തമാനം പറയുന്നത് കണ്ടു. അതൊക്കെ അസംഭാവ്യമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സംഘാടകർ ഉദ്ദേശിച്ചത് ഒന്നാണ്, കുട്ടികളുടെ കലാവിരുന്നൊരുക്കൽ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് നമ്മളെല്ലാം ഒന്നാണ്, നമുക്ക് ജാതിയും മതത്തിനും ഒക്കെ അതീതമായി നമ്മളെല്ലാം മനുഷ്യരാണ്, വേട്ടക്കര നിവാസികൾ ഒരുമിച്ച് പോകേണ്ടവരാണ് എന്നൊരു സന്ദേശം കൂടിയാണ് നാട്ടൊരുമയുടെ ഓരോ സീസൺ കഴിയുന്തോറും നമ്മുടെ ഉള്ളിൽ അവർ വരച്ചു കാട്ടുന്നത്. അതിലേക്ക് നമ്മളെല്ലാവരും സ്വയം തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ വേട്ടക്കരയുടെ ഈ നാടിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ ഉപാധ്യക്ഷൻ ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ,
നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള ഷാജു നവോദയ, വേദിയിലെല്ലാം സദസ്സിനുമുള്ള ബഹുമാന്യരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ല. നാട്ടൊരുമ എന്നുള്ള അല്ലെങ്കിൽ ഒരുമ എന്നുള്ള വാക്കിൻ്റെ വിഘടനം എന്നുള്ളതാണ് ആധുനിക ഈ വർത്തമാനകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുമ എന്നുള്ള വാക്ക് കടം വാങ്ങി പറയേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുമ എന്നുള്ള ആ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന രീതിയിലേക്ക് വേട്ടക്കരയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് 4 കൊല്ലക്കാലത്തിലധികമായി 17 മുതൽക്ക് ആരംഭിച്ചത് ഈ നാട്ടൊരുമ എന്നുള്ള പേരിട്ട് നമുക്ക് 4 കൊല്ലക്കാലമായി ആചരിച്ചു വരുന്നതാണ്, അല്ലെങ്കിൽ കൊണ്ടാടുന്നതാണ്. കൊണ്ടാടുക എന്ന് പറയുമ്പോൾ നാട് മുഴുവൻ, ഈ പ്രദേശം മുഴുവൻ തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കലാ സാംസ്കാരിക സംഗമമാണ്. നമ്മുടെ കുട്ടികളുടെ, അത് നേരത്തെ ഇവിടെ നമ്മുടെ മുഖ്യാതിഥി സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ കുപ്പയിലെ മാണിക്യം എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നായിരിക്കും വലിയ വലിയ സംഭാവനകൾ, വലിയ വലിയ കലാകാരന്മാർ, വലിയ വലിയ സ്പോർട്സ് താരങ്ങൾ, അതേപോലെ മറ്റു മേഖലകളിലെല്ലാം തന്നെ തിളങ്ങുന്ന രീതിയിലേക്ക് ആളുകളുടെ വാസന കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ നാട്ടൊരുമ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു അനുകരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വളർച്ച എന്നുള്ള രീതിയിൽ ഇവിടെ കൂടുതൽ ഇത് ഗംഭീരമാകുന്നതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഈ വരുന്ന കാലത്ത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അതുപോലുള്ള കെട്ട ചിന്തകൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുമകൾ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ തന്നെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ ചെറിയ തോതിലെങ്കിലും കണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സംഘാടകരുടെ വിജയം ഇതുകൊണ്ട് നിൽക്കുന്നില്ല. മറ്റു ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ സ്പ്രെഡ് ചെയ്ത് നല്ല വശങ്ങൾ പോകുന്നു എങ്കിൽ അതുകൂടി ഈ സംഘാടനത്തിൻ്റെ മെച്ചമായി, മികവായി നമുക്ക് കാണണം എന്നുള്ളതാണ് ഞാൻ ഈ പരിപാടി 4 കൊല്ലമായി വീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ സംഘാടനം, ഇന്നൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസപ്പെട്ടതാണ്. ഒരു പാളിച്ചയുമില്ലാതെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വശവും, അതിൻ്റെ ഭക്ഷണം, സ്റ്റേജ്, സംഘാടനം, കലാപരിപാടികളുടെ രൂപം കൊടുക്കൽ എല്ലാം തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഒരു ചെറിയൊരു പിഴവ് പോലും സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ പിഴവെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ എല്ലാം വലിയ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള ബോധ്യത്തിൽ സംഘാടകർ ഓരോ കാര്യവും വളരെ മൈന്യൂട്ടായി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ ഇതിൻ്റെ സംഘാടനത്തെ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഭാവിയിലും നല്ല രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകാനും തുടർന്നും സീസൺ 5 എന്നുള്ള രീതിയിൽ അടുത്ത കൊല്ലം നമുക്ക് സംഘടിപ്പിക്കാൻ ഇതിലധികം നല്ല രീതിയിലും പ്രയാസരഹിതമായി ഒരു പരിപാടി കഴിയുമ്പോൾ ആളുകൾ ഇനിയിത് വയ്യ എന്നുള്ള രീതിയിലേക്കാണ് പല സംഘാടനവും നമ്മൾ കാണാറ്. അതിൽ നിന്ന് മാറി കൂടുതൽ മെച്ചപ്പെടണം എന്നുള്ള ആവേശം കൊടുക്കുന്ന രീതിയിലേക്ക് ജനപിന്തുണ, അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഇന്നത്തെ മുഖ്യ അതിഥിയെ പോലുള്ളവരുടെ പിന്തുണ കൂടി നമുക്കെല്ലാം ലഭിക്കുമ്പോൾ അതിനെല്ലാം കഴിയും. അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരും ഒത്തുകൂടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ നാട്ടുകാരനും നമ്മളോടൊപ്പം എല്ലാ പരിപാടികളിലും സഹകരിക്കുന്ന എക്സ് മിലിറ്ററിയുടെ സംഘടനയുടെ ഉയർന്ന തലത്തിലുള്ള നേതാവ് കൂടിയായിട്ടുള്ള ഉണ്ണിയേട്ടനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഒരു ദീർഘിച്ച പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം
പരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തും കൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ കലാ സാംസ്കാരിക കൂട്ടായ്മ, അതാണ് നാട്ടൊരുമ എന്ന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്. കലാ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയിലൂടെ മാത്രമേ നമുക്ക് എന്തും നേടാൻ ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലും കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് എന്നെടുത്ത് പറയാം. അതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പട്ടാളത്തിലായിരുന്നു. അവിടെ ഞങ്ങളുടെ പ്രവർത്തന ശൈലി തന്നെ കൂട്ടായ്മ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് മുൻതൂക്കം കൊടുത്തും കൊണ്ട് മാത്രമല്ല, ഈ സീസൺ 4 വരേക്കും ഞാൻ എല്ലാറ്റിലും പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ വളർച്ച കൂടുതലും ഇതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും നടക്കുന്നത് ഈ സ്കൂളിലായതുകൊണ്ട് ഞാൻ തൊട്ട വീട്ടിലിരുന്നും കൊണ്ട് എല്ലാവരേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഇത് വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടക്കം എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം വളരെ വിജയകരമായ ഒരു പ്രവൃത്തിയായി മാറിയിട്ടുണ്ട് ഈ കൂട്ടായ്മ എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലാ പരിപാടികളും ഇതുപോലെ നമ്മുടെ കൂട്ടായ്മ കലാ സാംസ്കാരിക രംഗത്ത് മാത്രമല്ലാതെ മറ്റ് രംഗങ്ങളിൽ കൂടി വ്യാപിപ്പിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനും നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിക്ക് പ്രത്യേക ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള സാജു നവോദയയുടെ ഒരു ഛായാചിത്രം കടമ്പഴിപ്പുറത്തുള്ള ദിനേഷ് വരച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്നതിന് വേണ്ടി ദിനേഷിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി സാജു നവോദയെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്തായാലും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു നാടൻ പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നാടൻ പാട്ട് കഴിഞ്ഞ് നന്ദി പറഞ്ഞ് അവസാനിച്ച് കലാപരിപാടികൾ തുടങ്ങാം. ഞാനേ അങ്ങനെ പാട്ടൊന്നും പാടുന്ന ആളല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാനും സാധ്യതയില്ല ഞാൻ പാടിയിട്ട്. എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 3-4 വരി പാടിയിട്ട് ഞാൻ പോണുള്ളൂ. ഹലോ 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 ഇനി പാട്ട് നന്നായാലും മോശമായാലും നിങ്ങൾ കൈയടിക്കണം കേട്ടാ. ഇതൊരു ജീവൻ മരണ പോരാട്ടം എൻ്റെ. എന്തായാലും ഇത് വരച്ചു തന്ന പ്രിയ സുഹൃത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഒത്തിരി അവാർഡുകളൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ പോലത്തെ കലാകാരന്മാർ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് ഇത് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. വളരെ സന്തോഷം, താങ്ക് യു. ഈ ചിത്രം വരയിൽ തന്നെ ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി നമ്മൾ വേറെ ലെവലിൽ കാണാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഈ കൂടിയിരിക്കുന്നുണ്ട്, നമ്മൾ നാടും വീടും വീട്ടുകാരും നാട്ടുകൂട്ടവും കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പാട്ടിൻ്റെ ഒരു 3-4 വരി പാടാം. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികളു പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ,
ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി മറിഞ്ഞാൽ ഓടി വരാനാളുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. എൻ്റെ പടച്ചോൻ നിൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഇതൊക്കെ ഉണ്ടാർന്ന്. ഇനിയിപ്പോൾ എല്ലാം തിരിച്ചു വരട്ടെ എന്ന് സർവേശ്വരന് പ്രാർത്ഥിക്കുക. എല്ലാം വരട്ടെ, ഇതുപോലെ നാടും പുഴയും തോടും കിളികളും കൊയ്ത്തും നെല്ലും വിതയും എല്ലാം തിരിച്ചു വരട്ടെ. എല്ലാവരുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്ന പോലത്തെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം തന്നെ ആവട്ടെ എപ്പോഴും. ആ മുഖം ഒന്നുകൂടെ പ്രസൻ്റ് ആവാൻ വേണ്ടി എൻ്റെ പടം ഒന്നുകൂടെ കണ്ടോ എല്ലാവരും. ഓക്കെ, ഇപ്പം എല്ലാവരും പ്രസൻ്റായി. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി കലാസാംസ്കാരിക കൂട്ടായ്മയുടെ സംഘാടക സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ വാർഡ് മെമ്പർ നാരായണേട്ടൻ, സ്വാഗതം ആശംസിച്ച സംഘാടക സമിതി കൺവീനറും കൂടിയായിട്ടുള്ള സൂരജ്, പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഷാജു നവോദയ, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഒരു പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രേംകുമാർ, ആശംസകൾ അറിയിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ സുബ്രഹ്മണ്യേട്ടൻ, രാമേന്ദ്രൻ മാസ്റ്റർ, പിന്നെ അതുപോലെ കൃഷ്ണൻകുട്ടിയേട്ടൻ, ഉണ്ണിയേട്ടൻ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ നാട്ടൊരുമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ ഗുൽമോഹർ വായനശാലയുടെ മുഴുവൻ മെമ്പർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഭക്ഷണം അവിടെ ലഘുഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും തിരക്ക് കൂടാതെ സാവധാനം എല്ലാവരും വാങ്ങിക്കഴിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നമ്മുടെ കലാപരിപാടികൾ തുടർന്ന് ആരംഭിക്കുകയാണ്.